നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഇന്ന് ആദ്യം തന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത, ഇതൊന്നുമല്ല, സന്തോഷകരമായ വാർത്ത എനിക്കുള്ളൊരു വാർത്തയാണ്. 50 വീഡിയോസ് യൂട്യൂബിൽ ജൂൺ 5-ാം തീയതിയാണ് ഞാൻ 2020 ജോയിൻ ചെയ്യുന്നത്. 50 വീഡിയോസ് പിന്നിട്ടു. 50 വീഡിയോസ് കഴിഞ്ഞു. നിങ്ങളുടെ ഇതിപ്പോൾ 50 വീഡിയോസ് കഴിഞ്ഞു. അത് ഞാൻ നിങ്ങളുമായിട്ടാണ് എപ്പോഴും അത് ഷെയർ ചെയ്യുന്നത്. കാരണം ഗിരീഷ് സാർ അല്ലെങ്കിൽ ഗിരീഷ് മാഷ് എന്നൊരു അധ്യാപകനെ കേരളത്തിലേക്ക് എത്തിച്ചത് ഇരിക്കുന്ന നിങ്ങളെല്ലാമാണ്. കാരണം ഉറപ്പായിട്ടും അതിന് എൻ്റെ കുട്ടികളോടെല്ലാം വളരെയധികം നന്ദി. കാരണം ഒരു എഡ്യൂക്കേഷൻ ചാനൽ വളർന്നു വരാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരിക്കാം. അന്നേരം അതോടൊപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർക്കും എല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അന്നേരം മാതാപിതാക്കൾ, എൻ്റെ ഫാമിലി ഇവരെല്ലാം സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഈ വീഡിയോസ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് തൊണ്ടയ്ക്ക് വേദനയാണെങ്കിലും നമ്മുടെ ഫാമിലിയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ച് ക്ലാസ്സിന് വേണ്ടി മാത്രം, ഇപ്പം പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പ്രയറുള്ള മിഷൻ 2020 എന്ന് പറയുന്ന കാര്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ഇത്രയും ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ. നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോസ് ആയിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാം ദൈവാനുഗ്രഹമാണ്. പിന്നെ കട്ട സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളോടെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, വേറെ ആരോടും എനിക്ക് പറയാൻ ഇപ്പം ഈ വേദിയിലില്ല. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കുട്ടികൾക്കെല്ലാം. എല്ലാവർക്കും ഗുണപ്രദമാവട്ടെ. എല്ലാവരെയും കൊണ്ട്, വീട്ടിലുള്ളവരെ എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കേട്ടോ. അങ്ങനെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ നമ്മളൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ. വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതല്ലേ ഉള്ളൂ. അന്നേരം വീട്ടിലുള്ളവരെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ കൊണ്ടും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, മണി അടിക്കുക, നോട്ടിഫിക്കേഷൻസിൽ എനേബിൾ ആക്കി വെക്കുക. അതെല്ലാം നിങ്ങളുടെ കടമയാണ്. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ചിലവ് ചെയ്യുന്നതാണ്ടായിരിക്കും. ഉറപ്പായിട്ടും നോട്ട് ചെയ്തേക്കുക. കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിനകത്ത് ഇട്ട് തരുന്നവർക്ക് ഉറപ്പായിട്ട് ചിലവ് ചെയ്യും. പോട്ടെ, അതൊക്കെ പോട്ടെ. അന്നേരം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. അന്നേരം വളരെ സന്തോഷമായ ഒരു വാർത്തയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷം. കാരണം ഇതെല്ലാം ഞാൻ പ്ലെയിൻ ആയിട്ടാണ് പറയുന്നത്. ഇതൊന്നും എഡിറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നുമല്ല. ഞാൻ എവിടെ നിന്ന് ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങ് പറയുകയാണ് കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് എഡിറ്റിങ് സംഭവങ്ങളൊന്നും അതിനകത്തൊന്നുമില്ല. ഓക്കെ. അന്നേരം പിന്നെ എന്നോടൊപ്പം വീഡിയോയ്ക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് അതായത് സ്പെഷ്യൽ വീഡിയോസ്, ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ടെസ്ലയുടെ ഒക്കെ വീഡിയോ ചെയ്യാനും, പ്രൈവറ്റ് വീഡിയോ ചെയ്യാനും, ലക്കി നമ്പർ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാനും, ന്യൂട്ടൻ്റെ ലോസ്, കുറേ സംഭവങ്ങൾ പബ്ലിക് വീഡിയോസ് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 14 വീഡിയോസോളം ചെയ്തിട്ടുണ്ട്, 15 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെല്ലാം സഹായിച്ച് കുറേ പേരുണ്ട്. ഒരേ കുട്ടികളെ ഞാൻ പഠിപ്പിച്ച തന്നെ കുട്ടികളാണ്. എന്നാൽ പോലും അവരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൽസാഫ്, അങ്ങനത്തെ ഒരു പ്രമുഖ എൽസാഫാണ്. മനു ജോൺ, ജോജു, എന്നിട്ട് ഇങ്ങനെയുള്ളവരെ, പ്രണവ്, വിഷ്ണു, ഇങ്ങനെ കുറേ കുട്ടികൾ എന്നോടൊപ്പം ഒരുപാട് കാര്യത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എഡിറ്റ് ചെയ്യാനാണെങ്കിലും, പബ്ലിക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിനൊക്കെ, എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ എൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു ശക്തി കിട്ടുന്നത്. അന്നേരം നമുക്കിനിയും കാര്യത്തിലേക്ക് കിടക്കാം. പെട്ടെന്ന് വളരെ 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 സീരിയസ് ആയിട്ട് നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ. ലോസ് ഓഫ് മോഷൻ ഞാൻ തുടങ്ങി, 8ാമത്തെ യൂണിറ്റ് തുടങ്ങി. 8ാമത്തെ യൂണിറ്റ് തുടങ്ങിയതിന് ശേഷം പഠിത്തം ഉഴപ്പിയോ എന്നെനിക്കൊരു കാര്യമായി സംശയം ഇല്ലാതില്ല. ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കഴിഞ്ഞ രണ്ട് പാർട്ടിലും ലോസ് മോഷൻ്റെ ഇട്ടത്. 2 പാർട്ട്. ആദ്യത്തെ പാർട്ട് വളരെ 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 നന്നായിട്ട് കണ്ടുപോകണം. ആദ്യത്തെ പാർട്ട്. 2ാമത്തെ പാർട്ട് പക്ഷെ നിങ്ങൾ ഫസ്റ്റ് വോളിയം മുതൽ ഇപ്പം 18 വോളിയം ഇട്ട് കഴിഞ്ഞു. ഇത്രയും വോളിയംസ് നിങ്ങൾ നന്നായിട്ട് പതുക്കെ കണ്ട് തീർന്നു വരണം. പക്ഷെ സമയം ഇനി ഒരുപാട് എടുക്കരുത്. ചിലപ്പം ഒക്ടോബറിൽ 3rd വീക്ക് ചിലപ്പോൾ പരീക്ഷയുടെ വന്നേക്കാൻ, പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമായിരിക്കാം. നമുക്കത് പ്രതീക്ഷിക്കാം, ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. പടപടലെ എല്ലാവരും നന്നായിട്ട് വൃത്തിയായിട്ട് നല്ല പഠിച്ചു പോവുക. ഇന്ന് ലോസ് മോഷൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ലോസ് മോഷൻ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഭാഗം നല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റിലേക്ക് കുറച്ചൊന്ന് കൈ കടത്തിയിട്ട് നമുക്ക് അടുത്ത യൂണിറ്റ് 9ാമത്തെ യൂണിറ്റിലോട്ട് നമ്മൾ കിടക്കണം. അന്നേരം അത് 9ാമത്തെ യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 യൂണിറ്റേ ഉള്ളൂ. അന്നേരം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആവും. അന്നേരം അതുവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കാൻ എൻ്റെ കുട്ടികൾ, നന്നായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്നുള്ള എനിക്ക് ഉറപ്പാണ്. 100% ഉറപ്പാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന കുട്ടികൾക്കെല്ലാം ഉറപ്പായിട്ട് മാർക്ക് കിട്ടുമെന്ന് എനിക്ക്
100% ഉറപ്പാണ്. ഓൺലൈൻ്റെ +2 ക്ലാസ് അടിപൊളിയായിട്ട് നടക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു. ഇപ്പോഴും അഡ്മിഷൻ വേണ്ടി ഓരോരുത്തർ വിളിക്കുന്നു. ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു. അന്നേരം അവർക്ക് കുറച്ചുകൂടി എനിക്ക് കെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ +2 ഇടയ്ക്ക് മാത്രമേ എനിക്ക് പബ്ലിക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ഫുള്ള് ത്രൂ ഔട്ട് ഇഷ്ടംപോലെ ബാച്ചുകൾക്ക് ക്ലാസ് എടുക്കാനുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ. അന്നേരം നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ വിളിക്കാം +2 ക്ലാസ്സിന് വേണ്ടി. ധൈര്യമായിട്ട് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. അതൊക്കെ ഓക്കെ. അന്നേരം ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അന്നേരം നന്നായിട്ട് +1 ഓർക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈവാണ്. ഒക്ടോബർ 3-ാം തീയതി 5 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട്. അന്നേരം നിങ്ങൾ ഉറപ്പായിട്ട്, എൻ്റെ കുട്ടികൾ കാണുന്ന കുട്ടികളെല്ലാം ഉറപ്പായിട്ടും ലൈവിൽ വരിക. വേറെ എന്താണ്, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അന്നേരം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 50 വീഡിയോസ് കഴിഞ്ഞു. എഡ്യൂക്കേഷൻ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാരെ കൊണ്ട്, വഴിയെ പോകുന്നവരെ കൊണ്ട് എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കേട്ടോ. അന്നേരം അധ്യാപനം എന്നുള്ളൊരു എനിക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അന്നേരം എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് നല്ല സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ റെഡിയാക്കി തരുമെന്ന് ഉറപ്പാണ്. ഓക്കെ, അന്നേരം നമുക്ക് പെട്ടെന്ന് പോകാൻ ടോപ്പിക്കിലേക്ക്. ഫ്രിക്ഷൻ എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ എല്ലാ കുട്ടികൾക്കും ഫ്രിക്ഷനിലേക്ക് മണി പോലെ നമുക്ക് പഠിക്കാം. ഓക്കെ വാ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള ഫ്രിക്ഷനിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഈ ഫ്രിക്ഷൻ? നമുക്കൊരു ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയത്തില്ല, നമുക്ക് മനസ്സിലാക്കി. നമ്മൾ ഇതെല്ലാം ഈ വാക്കുകളെല്ലാം വളരെ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് പറയാൻ പറ്റുമ്പോൾ ചിലപ്പോൾ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ലോസ് ഓഫ് മോഷന് ന്യൂട്ടന്റെ ഫസ്റ്റ് എന്തെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലോ യു തെറ്റു, സെക്കൻഡ് ലോ യു, തേർഡ് ലോ അതൊക്കെ. ഫ്രിക്ഷൻ എന്താണ്? നമ്മളിപ്പം ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ കാൽപാദവും താഴെ ഗ്രൗണ്ടും ഇടയിൽ, കാൽപാദവും താഴത്തെ നിലം അതായത് ഗ്രൗണ്ടും തമ്മിൽ ഇടയ്ക്കൊരു ഒപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട്. കാലിൻ്റെ പാദവും താഴെ നമ്മൾ നടക്കുന്ന ഗ്രൗണ്ടിനും ഇടയിലൊരു ഒപ്പോസിങ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ട്. ഈ ഒപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷൻ. അന്നേരം ഒപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ട് എപ്പോഴും നമ്മളത് പലയിടത്തും നമ്മളതിനെ ഫ്രിക്ഷനെ നമ്മൾ നെഗറ്റീവായിട്ടൊക്കെ എടുക്കും. അതൊക്കെ നിങ്ങൾക്ക് വർക്ക് എനർജി പോലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അന്നേരം രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഒരു ഒപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫ്രിക്ഷൻ എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കാൽപാദവും ഗ്രൗണ്ടിനിടയിൽ നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് വേണം. അതൊരു ഒപ്പോസിങ് ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പേന ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ വേണം, അല്ലേ? ഞാൻ മരത്തെ കയറണമെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഇതൊക്കെ നമുക്ക് ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജിലൊക്കെ നമുക്ക് പഠിക്കാം. അന്നേരം ഈ ഫ്രിക്ഷൻ നമുക്ക് ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു ടു. Therefore, friction can be basically classified into two. They are static friction and kinetic friction. Static friction and kinetic friction. ഇതിന്റെ ലോസ് എനിക്ക് നിങ്ങളുടെ തവണയാണ് അതിന് മുമ്പത്തെ വർഷമൊക്കെ ചോദിച്ചതാണ്. ഒരുപാട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കാനറ്റിക് ഫ്രിക്ഷൻ ഒക്കെ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? വളരെ ഈസി ആയിട്ടുള്ള വാക്കാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന വാക്ക്. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി അല്ലെങ്കിൽ റെസ്റ്റ്. അന്നേരം ഞാനിവിടെ റെസ്റ്റ് നിൽക്കുകയാണ്, അനങ്ങുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റെസ്റ്റിലുള്ള ഫ്രിക്ഷനെ പറയുന്ന പേര് അല്ലെങ്കിൽ സ്റ്റേഷനായിട്ടുള്ള ഫ്രിക്ഷനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ വളരെ ഈസി ആയിട്ട്, കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക, കൈനറ്റിക്. അന്നേരം മൂവ് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ ഓടുവാണെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, അല്ലേ? അന്നേരം മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രിക്ഷനെ പറയുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതായത് ഞാൻ ഫ്രിക്ഷൻ എന്തോന്ന് പറഞ്ഞു, പെട്ടെന്ന് പഠിച്ചു പോവാം. ഫ്രിക്ഷൻ എന്തോന്ന് പറഞ്ഞു, എന്താണ് ഫ്രിക്ഷൻ? ക്യാൻ ബി ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു ടു. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ. Again, തെറ്റിപ്പോയത് അങ്ങോട്ടേക്ക് ക്ലാസിഫിക്കേഷൻ. Again, kinetic friction can be classified into two. Kinetic friction നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്യുക, ഒരു ചില മൊബൈലൊക്കെ സ്ലൈഡിംഗ് മൊബൈലുണ്ട്. ഒരു ബസ്സിന് മണ്ടയ്ക്കോട്ട് ഒരു ബസ് സ്ലൈഡ് ചെയ്ത് പോയാൽ അത് മൂവ് ചെയ്യുക, സ്ലൈഡ് ചെയ്യുക, അത് സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ്. റോളിംഗ് ഫ്രിക്ഷൻ, നമ്മൾ ടാറൊക്കെ ചെയ്യുമ്പോൾ, റോഡൊക്കെ ടാറൊക്കെ ചെയ്യുമ്പോൾ റോളറൊക്കെ കണ്ടിട്ടില്ലേ? റോളർ, അത് ഏത് ഫ്രിക്ഷനാണ്? റോളിംഗ് ഫ്രിക്ഷനാണ്. അന്നേരം ഒരു വസ്തു റോൾ ചെയ്യുന്ന ഏത് വസ്തുവിനും അത് എന്ത് ഫ്രിക്ഷനാണ്? റോളിംഗ് ഫ്രിക്ഷനാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഫ്രിക്ഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഏതൊക്കെ കാര്യങ്ങൾ, എന്താണ് ഫ്രിക്ഷൻ, ടൈപ്സ് ഓഫ് ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു ടു, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, അല്ലേ? ഇനി അതിനെ നമ്മൾ വീണ്ടും കൈനറ്റിക് ഫ്രിക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഏതൊക്കെ? സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷൻ. ഈസി ആയിട്ട് പഠിച്ചു പോകണം. ഡയഗ്രത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഡെറിവേഷൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ കാര്യമായിട്ട് പഠിക്കാം. അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
ഡയഗ്രാം വരെ പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. ഡയഗ്രാം മാത്രമായിട്ട് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിനോട്ട് ലെറ്റർ എഫ്എസ് മാക്സിമം ആണ്. ഇപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ്എസ് ആണ്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആവുമ്പോൾ എഫ്എസ് മാക്സിമം ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇതാണ് ഈ ഡിനോട്ട് ലെറ്റർ എല്ലാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, എന്റെ ഡയഗ്രാം ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കുക, ഇതൊരു ബോഡിയാണ്, ഒരു സർഫസ് ആണ്, ഒരു ബോഡിയാണ്. എപ്പോഴും ഏത് ദിവസവും ഞാൻ ലോസ് ഓഫ് മോഷൻ തുടങ്ങിയ പോലെ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കണം, തറപ്പിച്ച് പഠിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഏത് വസ്തുവിനും മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് ഞാൻ പറയുന്ന പേര് റിയാക്ഷൻ എന്നും, അതേപോലെ താഴോട്ട് ആക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേര് എം ജി ആണ്. അതായത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ആറാണ്, താഴോട്ട് ആക്ട് ചെയ്യുന്ന എം ജി ആണ്. അതിനകത്ത് സംശയമില്ല. ഒരു സൈഡിലോട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ, ഒരു ഫോഴ്സ് ആണ്, ഫ്രിക്ഷൻ ഫോഴ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിന്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതാണ് എഫ് എസ്. ഈ ഡയഗ്രത്തിൽ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ചിലപ്പം 6 തന്നിട്ട് 6 എഫ് എസും തരും, ബാക്കി 2 ഫില്ല് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ചിലപ്പോൾ 6 എം ജി തരും, എന്നിട്ട് ഇത് 2 ഫില്ല് ചെയ്യാൻ ചോദിക്കും. അന്നേരം എഫിന്റെ ഓപ്പോസിറ്റ് ആണ് എഫ് എസ്, 6 ഓപ്പോസിറ്റ് ആണ് എം ജി. ആരോ മാർക്കെല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഡയഗ്രാം ചോദിക്കാം. ഇനി എന്താണ് ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ ആലോചിക്കുക. ഒരു ഡെസ്ക് ഇവിടെ കിടക്കും, നല്ല വെയിറ്റ് ഉള്ള ഡെസ്ക് കിടക്കും. ആ ഡെസ്ക് സർഫസിലൂടെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുത്താലേ ഒന്ന് മൂവ് ചെയ്തു. ആ മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എളുപ്പമല്ലേ? നിങ്ങളുടെ സ്വന്തം സെന്റൻസ് ചെയ്ത് പിടിക്കുക. അന്നേരം ഒരു വസ്തു മൂവ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കൊടുക്കുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മറക്കരുത്, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മമ്മന്റെ മക്കളുടെ മറക്കല് എഫ് എസ് മാക്സിമം. എന്താണ്? എഫ് എസ് മാക്സിമം ആണ് ഡിനോട്ട് ലെറ്റർ. പല ടീച്ചർമാർ നിങ്ങൾ ഒരെണ്ണം പഠിക്കുക പ്രത്യേകമായിട്ട്. എഫ് എസ് മാക്സിമം ഡയഗ്രാം മറക്കുകയും. അന്നേരം എന്താണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു? എന്റെ ഡയഗ്രാം വരച്ച് നല്ല ഡയഗ്രാംസ് നല്ല ക്ലിയർ ആയിട്ട് വരച്ച് പിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത് ക്ലിയർ ആയല്ലോ? അടുത്തിലോട്ട് പോകല്ലോ? സമ്മതമാണല്ലോ? ഓക്കെ, അടുത്തത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയറിൽ ഒരുപാട് വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ചോദിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ വായിച്ച് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ട് ലോ നല്ല വ്യക്തവും ശക്തവുമായിട്ട് നമുക്ക് പഠിക്കാം. 2 ലോസിൽ ആദ്യത്തെ ലോ ശ്രദ്ധിച്ചു കേൾക്കണം. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ but depends upon the surfaces in contact. Nature of surfaces in contact. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞ് പഠിക്കുക. ഇപ്പം പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഇപ്പം പഠിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. ഇനി അർത്ഥം പറഞ്ഞുതരാം. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരിക്കലും ഒരു ഫ്രിക്ഷനും ഏരിയ ഡിപ്പെൻഡ് ചെയ്തില്ല, ഏതൊക്കെ ഏരിയ ആണ് എന്ന് ഡിപ്പെൻഡ് ചെയ്തില്ല. പക്ഷേ നേച്ചർ ഓഫ് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ വ്യത്യാസം വരും, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ വ്യത്യാസം വരും. നമുക്ക് തന്നെ അറിയാം. അന്നേരം സർഫസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ ഏരിയ എത്ര ഏരിയ ഉണ്ടെന്നുള്ളത് ഒരിക്കലും എന്ത് ഡിപ്പെൻഡ് ചെയ്തില്ല? ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്തില്ല. അത് ഏത് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിക്കോട്ടെ, കൈൻഡിക് ഫ്രിക്ഷൻ ആയിക്കോട്ടെ. ഫസ്റ്റ് ലോ ഒന്നോടെ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. ക്ലിയർ? ഇത് ആദ്യത്തെ ലോ. രണ്ടാമത്തത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. Limiting static friction is directly proportional to normal reaction. Limiting static friction എന്ന് പറയുന്നത് ഏതായിരുന്നു ഡിനോട്ട് ലെറ്റർ? പെട്ടെന്ന് പറയണം. Fs max is directly proportional. Normal reaction എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സാധാരണ റിയാക്ഷൻ. ലോ എഴുതുക, അതിന് താഴോട്ട് ഇത് എഴുതുക. ഇക്വേഷൻ Fs maximum is directly proportional to R. Fs maximum is equal to proportionality sign മാറ്റണമെന്നുണ്ടെങ്കിൽ ഓക്കെ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം mu s into r, where mu s എന്ന് പറഞ്ഞാൽ it is known as coefficient of static friction. mu s
coefficient of static friction. Okay. എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വീണ്ടും ഒന്നും എഴുതുക. വളരെ സിമ്പിൾ. ഇങ്ങനെയൊക്കെ പഠിക്കണം. വാട്ട് ഈസ് മീൻ ബൈ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? അയ്യോ ഞങ്ങൾക്ക് സിലബസിൽ ഇല്ല. മ്യൂസ് അല്ലേ? മ്യൂസ് ഈസ് ഈക്വൽ ടു എഫ്എസ് മാക്സിമം ബൈ ആർ. എന്ത് സിമ്പിൾ ആയിട്ട്. ഞാനൊരു നിങ്ങളോട് ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഇപ്പം എ ബൈ ബി എന്നാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എ ടു ബി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ മ്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് എസ് മാക്സിമം ബൈ ആർ ആണ് അല്ലെ? വളരെ അറിഞ്ഞിരിക്കേണ്ടതാണ്. എഫ് എസ് മാക്സിമം ബൈ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്തേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് എഫ് എസ് മാക്സിമം എന്താണ്? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടു ദി ആർ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ. അന്നേരം നമ്മൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഡെഫിനേഷനോട് പഠിച്ചില്ലേ? 2 ലോസ് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് 2 ലോസ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതോടെ പഠിച്ചു നോക്കുക. എന്തിനാ നമ്മൾ ഒരു ചെറിയ ടോപ്പിക്ക് പോലും കളയണ്ട. അന്നേരം എപ്പോഴും ഓർത്തോളുക, ചാപ്റ്ററുകളെല്ലാം നമ്മൾ തീർത്തതിനു ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ചെയ്യാം. അടിപൊളി. അന്നേരം ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ക്ലിയർ. അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അത് പഠിച്ചാലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അങ്ങനെ നമ്മൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇത് പഠിച്ചാൽ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ആയതല്ലോ വളരെ എളുപ്പം. മറ്റേതായിട്ട് വളരെ സിമിലർ ആണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിട്ട്. ഫസ്റ്റ് വൺ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, പെട്ടെന്ന് പറഞ്ഞാൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോൺടാക്ട്. കണ്ടോ, എളുപ്പമല്ലേ? മറ്റേതുപോലെ തന്നെ ഒരിക്കലും ഒരു ഫ്രിക്ഷനും ഏതിനെ ഡിപെൻഡ് ചെയ്തില്ല, ഏരിയ ഡിപെൻഡ് ചെയ്തില്ല, ബട്ട് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോൺടാക്ട്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് independent of area but depends only on the nature of surface in contact. Clear? 2, the kinetic friction is directly proportional to, kinetic friction ഞാൻ FK എന്ന് എഴുതും. Okay, is directly proportional to normal reaction. മുമ്പ് എഴുതിയതുപോലെ തന്നെ FK is proportional to R. kinetic friction ആയെന്ന് മാത്രമേ ഉള്ളൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. FK is equal to proportionality same ആണെങ്കിൽ mu K. mu ശരിയായില്ല. mu K into R, where mu K is called coefficient of kinetic friction. mu K is a constant called coefficient of kinetic friction. ഇപ്പം 2 ലോസ് ആയി. അഡീഷണൽ ആയിട്ട് ഒരു ലോ ഇടങ്ങ് എഴുതിയേക്കാം. kinetic friction is independent of relative velocity of surface. kinetic friction is ഇൻഡിപെൻഡന്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സർഫസ്. ഇതൊക്കെ ഭയങ്കര ഇലാബറേറ്റ് ചെയ്ത് ഇപ്പം ഇമ്പ്രൂവ്മെന്റ് പഠിക്കേണ്ട ആവശ്യമില്ല. കൈനറ്റിക് ഫ്രിക്ഷൻ ഒരിക്കലും നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേറ്റീവ് വെലോസിറ്റി ഏത് ചാപ്റ്ററിനകത്ത്? മോഷനെ സ്ട്രെയിറ്റ് ലൈനകത്ത്. അന്നേരം കൈനറ്റിക് ഫ്രിക്ഷൻ ഒരിക്കലും റിലേറ്റീവ് 2 സർഫസുകൾക്കിടയിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സർഫസസ്. വാട്ട് ആർ ദി 3 laws of kinetic friction? First one, the magnitude of kinetic friction is independent of area but depends only on the nature of surfaces in contact. Second one, kinetic friction is directly proportional to normal reaction. Fk is proportional to R. Fk is equal to mu K into R, where mu K is called coefficient of kinetic friction. Third one, kinetic friction is independent of relative velocity of surfaces. ഈസിയാണ്. ഇതേപോലെ നിങ്ങൾ പഠിക്കണം. എഴുതി പഠിക്കേണ്ടത് പഠിക്കണം, വായിച്ച് പഠിക്കേണ്ടത് വായിച്ച് പഠിക്കണം, വായിച്ച് എഴുതി പഠിക്കണം. അതാണ് കറക്റ്റ്. വായിച്ച് പഠിക്കുക, നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ കംപ്ലീറ്റ്. അടുത്ത ടോപ്പിക്. ഓക്കെ, അടുത്ത ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ലൂബ്രിക്കൻസ്. നമ്മുടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ലൂബ്രിക്കൻറ്റ്. എല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ് ലൂബ്രിക്കൻറ്റ്. പക്ഷെ ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കേട്ടിട്ടുള്ള വാക്കുകൾ പെട്ടെന്ന് മറന്നു പോകും. അത് എഴുതാൻ നേരം എല്ലാം തെറ്റിപ്പോകും. വാട്ട് ഈസ് മീൻ ബൈ ലൂബ്രിക്കൻറ്റ്? വാട്ട് ആർ ലൂബ്രിക്കൻസ്? ലൂബ്രിക്കൻസ് ആർ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ. എന്ത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ലൂബ്രിക്കൻസ്. ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ്
ഏത് ലൂബ്രിക്കൻസ്. ഇപ്പം ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ സൈക്കിളൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിലൊക്കെ ഗ്രീസും ഓയിലും ഒക്കെ ഇടുന്നത് എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസിങ് ഫ്രിക്ഷൻ. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനും സൈക്കിൾ ചവിട്ടാനും ഓടിക്കാനും ഒക്കെയാണ്. അന്നേരം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ ആർ കോൾഡ് ലൂബ്രിക്കൻസ്. എൻട്രൻസിനും അല്ലാതെ ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓയിലും ഗ്രീസും എന്നൊക്കെ അങ്ങ് പറയാം. പക്ഷെ ഞാൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാം. എൻട്രൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ വേണം പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പഠിക്കുക, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. കാരണം ഇതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അതിൽ കിട്ടും. സോളിഡ് ലൂബ്രിക്കൻറ്റ്, സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻറ്റ് ഗ്രാഫൈറ്റ് ആണ് എൻ്റെ എക്സാമ്പിൾ. ഓർത്ത് വെച്ചേക്കുക, സോളിഡ് ലൂബ്രിക്കൻറ്റ് ഗ്രാഫൈറ്റ്. സെമി ലിക്വിഡ്, സെമി ലിക്വിഡ് ആയിട്ടുള്ളത് ഓയിലും ഗ്രീസും എല്ലാം സെമി ലിക്വിഡ് ആണ്. അത് ലൂബ്രിക്കൻ്റ് തന്നെയാണ്, പക്ഷെ സെമി ലിക്വിഡ് ആണ്. ഗേഷ്യസ് ലൂബ്രിക്കൻറ്റ് ഡ്രൈ എയർ, എയർ നമ്മൾ ഡ്രൈ എയർ എന്നുള്ളതാണ്. എന്നാലും ഇത് മൂന്നെണ്ണം ചോദിക്കുക. ഞാൻ പെട്ടെന്ന് അവിടെ മാറ്റി നിർത്തി പെട്ടെന്ന് നിങ്ങൾ പറയണം. എക്സാമ്പിൾ ഓഫ് ഗേഷ്യസ് ലൂബ്രിക്കൻറ്റ്, ഗേഷ്യസ് ലൂബ്രിക്കൻ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഡ്രൈ എയർ. ഓക്കെ, ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? ഗ്രാഫൈറ്റ് സോളിഡ് ലൂബ്രിക്കൻറ്റ്, ഓയിലും ഗ്രീസും സെമി ലിക്വിഡ് അല്ലേ. അന്നേരം ഈ ലൂബ്രിക്കൻസ് തരം തിരിച്ചുകൊണ്ടൊന്ന് പഠിച്ചേക്കുക. ലൂബ്രിക്കൻസ് ആർ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ. ഏതൊക്കെ തരം? സോളിഡ് ലൂബ്രിക്കൻറ്റ്, സെമി ലിക്വിഡ് ലൂബ്രിക്കൻറ്റ് ആൻഡ് ഗേഷ്യസ് ലൂബ്രിക്കൻറ്റ്. എക്സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രിക്ഷന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കയറുന്നു. അന്നേരം നമുക്ക് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ്, എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ബാങ്കിങ് ഓഫ് റോഡ്സ്, അതിൻ്റെ ഡെറിവേഷൻ ഒക്കെ നമുക്ക് പഠിക്കണം. അതിന് മുമ്പേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫ്രിക്ഷൻ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് അതൊക്കെ പഠിക്കണ്ടേ? ഓക്കെ, അടുത്തൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നല്ല രസമാണ് ക്വസ്റ്റ്യൻ കേൾക്കാൻ. പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? പെട്ടെന്ന് ചോദിച്ചേ. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. വൈ? ക്വസ്റ്റ്യൻ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ കിട്ടത്. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. വൈ? നെസസറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്, അഡ്വാൻറ്റേജ് ആണ്. ഈവിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേഞ്ചറസ് ആണ്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ടും കൂടെ ചേർന്നതാണ് ഏത്? ഫ്രിക്ഷൻ. അന്നേരം നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് ഫ്രിക്ഷൻ ഹാസ് അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നോട്ടിലൊക്കെ വൃത്തിയായിട്ട് ഇത് എഴുതി പോകുന്നുണ്ട്. ഫ്രിക്ഷൻ ഹാസ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. എന്നിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? ഇഷ്ടം പോലെ. ഇറ്റ് ഹെൽപ്സ് us ടു വാക്ക്, എന്നെ നടത്താൻ സഹായിക്കുന്ന ഫ്രിക്ഷനാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഹോൾഡ് ഒബ്ജക്ട്സ്, ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ സഹായിക്കാം. ഇറ്റ്സ് ഹെൽപ്പ് ഇൻ അപ്ലൈയിങ് ബ്രേക്സ്, ബ്രേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഫ്രിക്ഷൻ സഹായിക്കാം. ഈ മൂന്നെണ്ണമെങ്കിലും മിനിമം ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതുക. ഏതൊക്കെ അഡ്വാൻറ്റേജ്? ഒരുപാടെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതുക, പക്ഷേ ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജ് ആയിരിക്കണം എഴുതുന്നത്. അന്നേരം ആദ്യത്തത് it is used to walk, helps us to walk, hold objects, and third one hold objects കഴിഞ്ഞു നമ്മളെ നടക്കാൻ സഹായിക്കുന്നു അല്ലേ. അന്നേരം ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. ഈ മൂന്നെണ്ണം നല്ല വൃത്തിയായിട്ട് എഴുതുക. അതിനുശേഷം ഡിസഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഇറ്റ് കോസസ് വെയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ എന്ന് എഴുതുന്നത് പറയുന്നത് വെയർ ആൻഡ് ടിയർ. WEAR ആണ്, TEAR ആണ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് വെയർ ആൻഡ് ടിയർ എന്നാണ്. അന്നേരം ഇറ്റ് കോസസ് വെയർ ആൻഡ് ടിയർ എന്നതാണ്. ഫ്രിക്ഷൻ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് അവിടെ തേയ്മാനം സംഭവിക്കും. തേയ്മാനം സംഭവിക്കുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം ഇറ്റ് റെഡ്യൂസസ് എഫിഷ്യൻസി. സ്വാഭാവികമായിട്ട് തേയ്മാനം സംഭവിച്ചാൽ എഫിഷ്യൻസി കൂടുവോ? ഇല്ല, കുറയും. ഇനി മൂന്നാമത് ഡ്യൂ ടു എ ഫ്രിക്ഷൻ മൂലം സം എനർജി ഈസ് വേസ്റ്റഡ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. ഒരുപാട് എനർജി ഹീറ്റായിട്ട് വേസ്റ്റ് ചെയ്തു പോകും. സ്വാഭാവികമായിട്ടില്ല, റോഡിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ ഒരു ഹീറ്റ് എനർജി ആയിട്ട് അങ്ങ് വേസ്റ്റ് ആയി പോകും. അതെല്ലാം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അന്നേരം ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ആദ്യം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ എഴുതുന്നത്? ഫ്രിക്ഷൻ ഹാസ് അഡ്വാൻറ്റേജ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജ്. എന്നിട്ട് താഴോട്ട് അഡ്വാൻറ്റേജ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വൺ ഫ്രിക്ഷൻ ഹെൽപ്സ് us to walk, friction helps us to hold objects, and the third one friction is used to applying brakes. ഇത്രയും മൂന്നെണ്ണം എഴുതി നിർത്തുക. അടുത്തത് ഒരുപാട് പഠിച്ച് കൺഫ്യൂഷൻ ആകണ്ട. മൂന്നാമത് അടുത്തത് ഡിസഡ്വാൻറ്റേജ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് വൺ ഇറ്റ് കോസസ് വെയർ ആൻഡ് ടിയർ, ഇറ്റ് റെഡ്യൂസസ് efficiency due to friction, some energy is
ലോസ് ഡ്യൂ ടു ഹീറ്റ്. അന്നേരം ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് അതിൻ്റെ താഴോട്ട് വീണ്ടും ഒന്നും എഴുതുക. ദസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവൾ. ഓക്കെ, അന്നേരം പോയിന്റ് മാറി ഇങ്ങനെ ഇട്ടിട്ട് പോകും. നമ്മളൊക്കെ പല പരീക്ഷകളുടെ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റിലാണ് മാറി, ചുമ്മാ വാരി വലിച്ച് എഴുതരുത്. പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതുക. യൂണിവേഴ്സിറ്റി ഇപ്പോൾ നമ്മൾ ബിടെക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ ഞാൻ വാല്യുവേഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒക്കെ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, പോയിന്റ് ഇല്ലാതെ ചുമ്മാതെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരീക്ഷയ്ക്ക് മുമ്പേ പറയാം. ഇത് ക്ലിയർ ആയല്ലോ. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവൾ. 3 മാർക്കിന് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ. അടുത്തിലോട്ട് നമ്മുടെ അടുത്ത ടോപ്പിക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ഇതറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷനകത്ത് ഒരുപാട് വട്ടം ചോദിച്ചേക്കുന്ന 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചേക്കുന്ന ബാങ്കിങ് ഓഫ് റോഡ്സും ഒക്കെ അതിൻ്റെ ഡെറിവേഷൻ ഒക്കെ പഠിക്കണമെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിലും സെൻട്രിപിറ്റൽ ഫോഴ്സ് +2 ഒക്കെ അടുത്ത വർഷങ്ങളിലൊക്കെ SISലൊക്കെ നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്? ഗ്രാവിറ്റേഷനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഞാൻ വളരെ സിമ്പിളായിട്ടങ്ങ് പറഞ്ഞുതരാം. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ അസാധാരണമായിട്ട് പഠിക്കേണ്ട സംഭവങ്ങളൊന്നും അതിനകത്തില്ല. ഓർത്തിരിക്കുക, സെൻട്രിപിറ്റൽ ഫോഴ്സും ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മാസിന്റെയും സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെയും പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇക്വേഷൻ എഴുതുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. മാസ് m, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉള്ള നമ്മൾ മോഷന്റെ പ്ലെയിനകത്ത് പഠിച്ചിട്ടുണ്ട്, v²/r. v²/r. നിങ്ങൾ നോക്കിയേ, m × v²/r എന്ന് പറഞ്ഞാൽ mv²/r. വളരെ 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 ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. F = mv²/r. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. F = mv²/r. വാട്ട് ഈസ് മീൻ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് ചോദിക്കണമെന്നില്ല, പക്ഷേ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചൊരു കണക്റ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ന്യൂമറിക്കലായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഇതാണ് മെയിൻ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. F = mv²/r. ഇമ്പോർട്ടൻ്റ് അല്ലേ, ഒന്നുകൂടെ എഴുതിയേക്കാം. ന്യൂമറിക്കലിന് നമ്മൾ മോഷന്റെ പ്ലെയിനകത്ത് പഠിച്ചതാണ് v = r⍵, ഒരു ഇക്വേഷൻ. വിക്ക് പകരം r⍵ കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തോരും, m × r⍵² /r. F = m r⍵² എന്ന് പറഞ്ഞാൽ r²⍵²/r. F = ഒരു r വെട്ടിപ്പോയി mr⍵². ഓക്കെ, ഇത് നമുക്ക് ന്യൂമറിക്കലിന് ചോദിക്കാം. ഇപ്പം r മാസും റേഡിയസും ആംഗുലർ വെലോസിറ്റി ഒക്കെ തന്നാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ എടുക്കാം. പക്ഷെ മെയിൻ ഇക്വേഷൻ എപ്പോഴും എവിടെയും ഈ ഇക്വേഷൻ ആണ്. F = പെട്ടെന്ന് പറഞ്ഞാൽ F = mv²/r, സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കുന്നതാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ക്ലിയർ ആയിട്ട് പടം വരച്ച് ക്ലിയർ ആയിട്ട് ഡയഗ്രാം വരച്ച് കഴിയുമ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. ബാങ്കിങ് ഓഫ് റോഡ്സ് രസമായിട്ട് പഠിക്കണം. അതും അതിൻ്റെ ഡെറിവേഷനോടെ കഴിയുമ്പോഴത്തേന് അതിന് രണ്ട് ഡെറിവേഷൻ ഉണ്ട്. മാക്സിമം പെർമിസിബിലിറ്റിയുടെ 2 ഡെറിവേഷൻ, രണ്ടോടെ പഠിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ചാപ്റ്റർ 8ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ്. കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യണം. ഓക്കെ, ബാങ്കിങ് ഓഫ് റോഡ്സിലേക്ക് നടന്ന് റോഡ്സിലേക്ക്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ ഫ്രിക്ഷൻ, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രിക്ഷനകത്തെ സംശയമില്ല പറയാം, ബാങ്കിങ് ഓഫ് റോഡ്സ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഒരു ഡെറിവേഷൻ ഉണ്ട്, ഈസി ആയിട്ട് പഠിക്കാം. ബാങ്കിങ് ഓഫ് റോഡ്സ് എന്താണ്? ഈ ബാങ്കിങ് ഓഫ് റോഡ്സ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ റോഡുകളും, ഇന്ത്യയിലുള്ള എല്ലാ റോഡുകളും വേണം, നമ്മുടെ സംസ്ഥാനത്തിന് എടുക്കുക. കേരളത്തിലുള്ള എല്ലാ റോഡുകളിലും നല്ല വളവുകളുണ്ട്, റോഡുകളിൽ വളവുകളുണ്ട് അല്ലേ? ചിലതൊക്കെ ഭയങ്കര അപകടകരമായ വളവുകളാണ്. നമ്മൾ അറിയാത്ത പരിചയമില്ലാത്ത റോഡുകളിലൂടെയൊക്കെ പെട്ടെന്ന് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ആക്സിഡന്റ് ഉണ്ടാകാം. ഇതൊക്കെ യഥാർത്ഥത്തിൽ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം കൃത്യമായിട്ട് അതെല്ലാം മെഷർ ചെയ്തിട്ടാണ്
കൃത്യമായിട്ടൊരു റോഡ് നിർമ്മിക്കപ്പെടേണ്ടത് അല്ലേ? ബാങ്കിങ് റോഡ്സ് എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് വെയർ ആൻഡ് ടിയർ ഓഫ് ദി വെഹിക്കിൾസ് ആൻഡ് ആക്സിഡന്റ് ബൈ സ്കിഡിങ് ദി റോഡ് ഈസ് ബാങ്ക്ഡ് അറ്റ് കർവ്സ് എന്ന് പറഞ്ഞാൽ ഇന്നർ എഡ്ജ്, രണ്ട് എഡ്ജായിട്ട് ഇന്നർ എഡ്ജിന് മുകളിൽ റേസ് ചെയ്ത് വേണം ഔട്ടർ എഡ്ജ് നിൽക്കാൻ. ദി സർഫസ് ഓഫ് ദി റോഡ് ഇൻ വിച്ച് ഇന്നർ എഡ്ജ് റേസ്ഡ് എബോവ് ദി ഔട്ടർ എഡ്ജ്. ഇന്നർ എഡ്ജിന് മുകളിൽ ഔട്ടർ എഡ്ജ് റേസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഒരു പരിധി വരെ നല്ല ശതമാനവും നമുക്ക് തേയ്മാനം, വെയർ ആൻഡ് ടിയർ ഓഫ് ദി വെഹിക്കിൾസും ആക്സിഡന്റും സ്കിഡിങ്ങും എല്ലാം ഒഴിവാക്കാം. എന്താണെങ്കിൽ ബാങ്കിങ് റോഡ്സ് ഉണ്ടെങ്കിൽ. അന്നേരം ബാങ്കിങ് റോഡ്സ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലും വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കാരണം നമ്മുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് റോഡ്സ്. അന്നേരം ടു അവോയ്ഡ് വെയർ ആൻഡ് ടിയർ ഓഫ് ദി വെഹിക്കിൾസ് ആൻഡ് ആക്സിഡന്റ് ബൈ സ്കിഡിങ് ദി റോഡ് ഈസ് ബാങ്ക്ഡ് ടു കർവ്സ്. ദിസ് ഈസ് കോൾഡ് ബാങ്കിങ് ഓഫ് റോഡ്സ്. എന്തിനെയാണ് ബാങ്കിങ് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ എഡ്ജിന് മുകളിൽ ഔട്ടർ എഡ്ജ് റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഈ ആംഗിൾ, ഈ പടം വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കിയ ഒരു സർഫസ് ഓഫ് ദി റോഡും ഹൊറിസോണ്ടലും, സർഫസ് ഓഫ് ദി റോഡും ഹൊറിസോണ്ടലും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയേക്കണം ബാങ്കിങ് ആംഗിൾ ആണ്. എന്ത് ആംഗിളാണ്? ആ തീറ്റയെ പറയുന്ന ഒരു സാധാരണ ആംഗിൾ എന്നല്ല, ബാങ്കിങ് ആംഗിൾ എന്നാണ്. അവിടെ ആംഗിൾ എന്ന് എഴുതിയ മാർക്ക് കിട്ടുന്നില്ല. കാരണം എൻ്റെ നിങ്ങളുടെ നോട്ട്സ് എടുക്കുകയാണെങ്കിൽ നല്ല ആക്യുറേറ്റ് ആയിട്ടും ഈസി ആയിട്ടും പഠിക്കാനുള്ള ഡെഫിനേഷൻ ബാങ്കിങ് റോഡ്സിനുണ്ട്. ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രത്തിലേക്ക് പെട്ടെന്ന് പോകാം, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാം ബാങ്കിങ് റോഡ്സ്. നമ്മൾ നോക്കി ഡയഗ്രാം വരച്ചു. ഇതൊരു വെഹിക്കിളാണ് നിങ്ങൾ വിചാരിക്കുക, ഒരു ബോഡിയാണ്. ബോഡിക്ക് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? റിയാക്ഷൻ ആണ്. താഴോട്ട് ആക്ട് ചെയ്യുന്നത് mg ആണ്. ഇവിടെ ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമുണ്ട്. റിയാക്ഷൻ ആറിനെ 2 കമ്പോണൻസ് ആയിട്ട് അങ്ങ് തിരിച്ചു. ഒന്ന് ആർ സൈൻ തീറ്റയും 2 ആർ കോസ് തീറ്റ. എൻ്റെ നോട്ടിനകത്ത് എഴുതിയ കുട്ടിയായിരിക്കും ഒരു പക്ഷേ ആർ കോസ് തീറ്റ എഴുതിയിട്ടില്ല, നിങ്ങൾ അങ്ങ് എഴുതിയേക്കണം കേട്ടോ. അന്നേരം റിയാക്ഷൻ 2 ആയിട്ട് തിരിച്ചു. ഒന്ന് ആർ സൈൻ തീറ്റയും 2 ആർ കോസ് തീറ്റയും. പടത്തിനകത്ത് വ്യക്തമായിട്ടും ശക്തമായിട്ടും കാണിച്ചിട്ടുണ്ട്. ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാമിൽ നിങ്ങൾക്ക് മാർക്കില്ല. ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ. എന്നിട്ട് ഇവിടെ ഒരു എഫ് ഉണ്ട്. ആർ കോസ് തീറ്റയുടെ നേരെ ഒരു mg ഉണ്ട്. ഈ ആർ സൈൻ തീറ്റയുടെ നേരെ എഫ് എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. എന്താ ഫോഴ്സ് ആണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അന്നേരം എഫിന് നേരെ ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നതാണ് ആർ സൈൻ തീറ്റ. അന്നേരം ഈക്വൽ സൈൻ ഇട്ട് നമുക്ക് എഴുതാം. ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആർ കോസ് തീറ്റയുടെ നേരെയാണ് mg എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ ബാലൻസ് ചെയ്യുന്നതാണ് mg. അന്നേരം ആർ കോസ് തീറ്റ ഈക്വൽ ടു mg എന്ന് എഴുതാം. അന്നേരം വൃത്തിയായിട്ട് പടം വരയ്ക്കണം. ഇതിനിടെ ഒരു ആംഗിൾ കൊടുക്കണം. ആംഗിളിനെ പറയുന്നത് ഒരു ബാങ്കിങ് ആംഗിൾ എന്നാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ബോഡി കൊടുക്കുക, സർഫസ് കൊടുക്കുക. ആറിനെ 2 കമ്പോണൻസ് ആയിട്ട് തിരിച്ചു. ആർ ക്യാൻ ബി റിസോൾവ്. റിസോൾവ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക. റിസോൾവ് എന്നൊക്കെ എഴുതിയേക്കണം പരീക്ഷ. എന്നറിയോ, കുറച്ച് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും റിസോൾവിംഗ് എന്നൊക്കെ പറയാം. അന്നേരം റിസോൾവ് ഇൻറ്റു 2 കമ്പോണൻസ് ആർ സൈൻ തീറ്റ ആൻഡ് ആർ കോസ് തീറ്റ. ആർ സൈൻ തീറ്റ ബാലൻസ് ചെയ്യുന്നത് എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫോഴ്സ് അല്ല. ഏത് ഫോഴ്സ് ആണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ആർ കോസ് തീറ്റ ബാലൻസ് ചെയ്യുന്നത് mg ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് പോകാൻ നോക്കി. ആർ സൈൻ തീറ്റ ബാലൻസ് ചെയ്യുന്നത് എഫിനെ ആണെങ്കിൽ നമുക്ക് ഈക്വൽ സൈൻ ഇട്ട് എഴുതാം. ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ആർ കോസ് തീറ്റ ബാലൻസ് ചെയ്യുന്നത് നേരെ നോക്കി. ആർ കോസ് തീറ്റ ബാലൻസ് ചെയ്യുന്നത് mg ആണ്. ഞാൻ അതുപോലെ എഴുതി. ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ mg. ഇക്വേഷൻ നമ്പർ 2. സെന്റിമീറ്റർ ഫോഴ്സ് ഉള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. എഫ് എന്ന് പറയുന്നത് mv²r ആണ്. ഇത് ഈ സ്റ്റെപ്പ് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. അതൊന്നുകൂടെ എഴുതി. ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു mv². എഫിന് പകരം കൊടുത്തു mv²r. ഇക്വേഷൻ നമ്പർ 3. മറ്റേ അതേപോലെ എഴുതി. ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു mg. ഇക്വേഷൻ നമ്പർ 4. 1 2 3 4. ഇക്വേഷൻ 4 വരെ ക്ലിയർ ആയല്ലോ, ഈസി ആയിട്ട്. ഇനി ഇക്വേഷൻ 3 ഡിവൈഡ് ബൈ ഇക്വേഷൻ 4. ഇക്വേഷൻ 3 ഡിവൈഡ് ബൈ ഇക്വേഷൻ 4. ഏത് വെലോസിറ്റിയിൽ സഞ്ചരിച്ചാൽ നമുക്ക് ആക്സിഡന്റും സ്കിഡിങ്ങും ഒക്കെ ഒഴിവാക്കാന്നുള്ള വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അന്നേരം ആർ സൈൻ തീറ്റ ഇക്വേഷൻ 3 ഡിവൈഡ് ബൈ ഇക്വേഷൻ 4. ഇക്വേഷൻ 3 ഇതാണ്, ഇക്വേഷൻ 4 ഇതാണ്. ആർ സൈൻ തീറ്റ ഈക്വൽ mv²r. ആർ കോസ് തീറ്റ ഈക്വൽ mg. സെയിം സൈഡ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അന്നേരം ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ ഡിവൈഡ് ഈസ് ഈക്വൽ ടു mv²r ബൈ mg. സെയിം സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ആർ സൈൻ തീറ്റ ബൈ ഇക്വേഷൻ 3 ഡിവൈഡ് ബൈ ഇക്വേഷൻ 4 തെറ്റിപ്പോയത്. ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു mv² ബൈ mg.
വെട്ടിക്കളിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. ആറും ഒന്ന് വെട്ടി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടാൻ തീറ്റ. എം ഇവിടെ അങ്ങ് വെട്ടി. വി സ്ക്വയർ ബൈ ഈ ആറിന്റെ കൂട്ടത്തിൽ ജി അങ്ങ് പോകും. വി സ്ക്വയർ ബൈ ആർ ജി. രണ്ട് സ്റ്റെപ്പ് കൂടെ. അതിൽ നിന്ന് വി സ്ക്വയർ ഈസിക്കൽ ടു വെലോസിറ്റിയാണ് കണ്ടുപിടിക്കണം എന്നുള്ള ബോധം നമുക്ക് വേണം. വി സ്ക്വയർ ഈസിക്കൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ടാൻ തീറ്റ ഇൻറ്റു ആർ ജി. എന്നാലും പറയാൻ രസത്തിന് ആർ ജി ടാൻ തീറ്റ. ഇനി എ സ്ക്വയർ ഈസിക്കൽ ടു ബി ആണെങ്കിൽ എന്ന് പറഞ്ഞതിന്റെ ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എ ഈസിക്കൽ ടു റൂട്ട് ബി ആണ്. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ഈസിക്കൽ ആർ ജി ടാൻ തീറ്റ ആണെങ്കിൽ വി ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. കഴിഞ്ഞു ബാങ്കിങ് റോഡ്സിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ അങ്ങ് എഴുതിയേക്കണം. ഈ ഡെറിവേഷൻ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ്, അതുകൊണ്ടാണ് ചാപ്റ്റർ തീരുകയാണ്. എന്നാലും എഴുതിയേക്കണം. ഇഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഓൾസോ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, വി മാക്സ് ഈസിക്കൽ മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് വയ്ക്കും. വി മാക്സ് ഈസിക്കൽ വായിച്ച ഇക്വേഷൻ ഇപ്പം കാണാൻ പഠിക്കുക. നമുക്ക് ഇപ്പം ഡെറൈവ് ചെയ്ത് പഠിക്കാം. ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. പ്രോബ്ലം ഒക്കെ ഇതൊന്ന് ചോദിക്കും. രണ്ടെണ്ണത്തിൽ നിന്ന് പ്രോബ്ലം ചോദിക്കും. ന്യൂമറിക്കൽസ് ഉണ്ട്. മെയിൻ ഇക്വേഷൻ വി ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. വി മാക്സ് ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇപ്പം ഇന്ന് തന്നെ കേൾക്കുമ്പോൾ ഇത് ബാങ്കിങ് ഓഫ് റോഡ്സ് പടം വരച്ച് നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. ബാങ്കിങ് ഓഫ് റോഡ്സ് അടിപൊളി. ക്ലിയർ ആയില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ധൈര്യമായിട്ട് ചോദിച്ചോളാം. വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ ചോദിക്കുക. ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അടിപൊളിയായിട്ട് പഠിച്ചു ബാങ്കിങ് ഓഫ് റോഡ്സ് ഡെറിവേഷൻ. ഇനി നമുക്ക് ഈ ഡെറിവേഷൻ മാക്സിമം പെർമിസിബിൾ സ്പീഡ് എങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ നമുക്ക് അത് കളയാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൂടെ പഠിക്കും. അന്നേരം ചാപ്റ്റർ ഫിനിഷിങ്ങിലേക്ക് പോകണം. 99.9 അടുത്തതിലോട്ട്. ഓക്കെ, നമുക്ക് ബാങ്കിങ് റോഡ്സ് കംപ്ലീറ്റ് ആയി. ബാങ്കിങ് റോഡ്സിന്റെ വെലോസിറ്റി വി ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു. വി മാക്സ് ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ആ ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ 4 മാർക്ക് 5 മാർക്ക് ചോദിക്കാം. മറ്റേത് 3 4 മാർക്കിന് ബാങ്കിങ് റോഡ്സ് ചോദിക്കാം. എന്നിട്ട് നമ്മൾ ചോദിക്കും ഇത് കൺഫ്യൂഷൻ ആകത്തില്ല? ഇല്ല. വെലോസിറ്റിക്കും മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മറ്റേ വി ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ ഇല്ല, ഇപ്പം പറയാൻ പോകുന്നതാണ്. അന്നേരം സ്റ്റെപ്പുകൾ കൂടുതലുണ്ടോ നോക്കണ്ട, എളുപ്പത്തിൽ പഠിക്കാം. ആദ്യം നിങ്ങൾ ഡയഗ്രത്തിലോട്ട് അങ്ങ് കയറിക്കും. പെട്ടെന്ന് തന്നെ ഡയഗ്രാം വൃത്തിയായിട്ട് വരയ്ക്കണം. നമ്മുടെ നോട്ടിനകത്ത് ഇടയ്ക്കൊക്കെ അത് എഴുതിയതിലൊക്കെ മിസ്റ്റേക്ക് എഴുതിയെങ്കിൽ മിസ്റ്റേക്ക് അല്ല, ചിലതൊക്കെ പ്രിന്റിങ്ങിന്റെ മിസ്റ്റേക്ക് വരും. അതൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കണം. ഡയഗ്രം ശരിക്കും നോക്കണം. എപ്പോഴും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് R ആണ്, താഴോട്ട് ആക്ട് ചെയ്യുന്ന mg ആണ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, R-നെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. R cos തീറ്റയും R sin തീറ്റയും. അതേപോലെ F-നെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. F cos തീറ്റയും F sin തീറ്റയും. ഇതെല്ലാം കൃത്യമായിട്ട് ലേബൽ ചെയ്യണം. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. അന്നേരം കൃത്യമായിട്ട് ലേബൽ ചെയ്ത് കൃത്യമായി ഡയഗ്രാം വരയ്ക്കണം. ഈ ഡയഗ്രാം വരയ്ക്കാതെ നിങ്ങൾ എഴുതിയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു മാർഗ്ഗമില്ല കിട്ടും. മൊത്തം ഡിറൈവ് ചെയ്താൽ പോലും ഒരു മാർഗ്ഗം മൊത്തത്തിലും കിടത്തില്ല. അന്നേരം ഡയഗ്രാം വൃത്തിയായിട്ട് വരയ്ക്കണം. അന്നേരം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നേരെ നോക്കിയേ, എം ജി എഫ് സൈൻ തീറ്റയുടെ നേരെയാണ് ആർ കോസ് തീറ്റ അല്ലേ? അത് നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇത് രണ്ടും കൂടെ കൂട്ടണം. എം ജി എഫ് സൈൻ തീറ്റയുടെ കൂട്ടുമ്പോൾ ആർ കോസ് തീറ്റ. ആർ സൈൻ തീറ്റ എഫ് കോസ് തീറ്റ ഒരേ ഡയറക്ഷൻ ആണ്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എഫ് കിട്ടും. ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. ഇക്വേഷൻ ഫ്രെയിം ചെയ്യുമ്പോൾ ഞാൻ എടുത്ത് പറയാം. അന്നേരം ഓർക്കണം, എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ഈസിക്കൽ ടു ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈസിക്കൽ ടു എഫ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലോട്ട് പോവാം. ആർ സൈൻ തീറ്റ നാളെ എടുക്കുന്നു പ്ലസ് എഫ് കോസ് തീറ്റ ഈസിക്കൽ ടു എഫ്. ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ സെന്റിപിറ്റൽ ഫോഴ്സ് ആണ്. സെന്റിപിറ്റൽ ഫോഴ്സ് ആണ് ഇക്വേഷൻ. ഇമ്പോർട്ടന്റ് എം വി സ്ക്വയർ ബൈ ആർ. സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈസിക്കൽ എം വി സ്ക്വയർ ബൈ ആർ. അതിനൊന്ന് ഞാൻ അറിയില്ല, നേരെ തിരിച്ച ഇക്വേഷൻ എഴുതി. എം വി സ്ക്വയർ ബൈ ആർ ഈസിക്കൽ ടു ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 1. 3 സ്റ്റെപ്പ് ക്ലിയർ ആയ മക്കളെ? ഓക്കെയാണേ? 3 സ്റ്റെപ്പ്. ഇത് ഈ ഡയഗ്രാം വെച്ച് ഈസി ആയിട്ട് പറയാനുള്ളൂ. ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈസിക്കൽ എഫ്. എഫിന് വരെ എം വി സ്ക്വയർ ബൈ ആർ. അങ്ങനെയാണെങ്കിൽ എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ ആണ്. നോക്കി, ആർ കോസ് തീറ്റ ഈസിക്കൽ ടു മറ്റു രണ്ടു കൂട്ടുക എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. അതിൽ നിന്ന് എം ജി ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? ആർ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഇക്വേഷൻ നമ്പർ 2.
ഇനി 1 ഉം 2 ആയി. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 സെയിം സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അന്നേരം എന്ത് വരും? mv² ബൈ r ബൈ mg ഈസ് ഈക്വൽ ടു ഇവിടെ r sin theta പ്ലസ് f cos theta ഡിവൈഡ് ബൈ r cos theta മൈനസ് f sin theta. m ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ വരും? v² ബൈ rg ഈസ് ഈക്വൽ ടു മറ്റേ അതുപോലെ തന്നെ r sin theta പ്ലസ് f cos theta ബൈ r cos theta മൈനസ് f sin theta. ക്ലിയർ? ഇനി ഈ ഇക്വേഷൻ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ r cos theta. ഇവിടെ ഓരോ ടേമിനെയും വളരെ ഇമ്പോർട്ടന്റ്, ഓരോ ടേമിനെയും r cos theta വെച്ച് ഡിവൈഡ് ചെയ്യണം ഒരു ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇവിടെ അതുപോലെ ഒരു സൈഡ് അതുപോലെ എടുക്കട്ടെ, v² ബൈ rg ഈസ് ഈക്വൽ ടു ഇവിടെ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്ത് r sin theta ബൈ r cos theta ഡിവൈഡ് ചെയ്തു ആദ്യ ടേമിനെ. അടുത്തത് f cos theta ബൈ r cos theta ബൈ r cos theta ബൈ r cos theta മൈനസ് f sin theta ബൈ r cos theta. ഇത്രയും ബോർഡ് നിറഞ്ഞു. ഒരുപാട് ഇക്വേഷൻ ഒന്നും എഴുതിയല്ല, ബോർഡിൽ അത്യാവശ്യം വൃത്തിയായിട്ട് ഇതാക്കണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അടുത്ത ഇതോട്ട് ഞാൻ എഴുതി തരാം. ഈ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അന്നേരം v² ബൈ rg ഈസ് ഈക്വൽ ടു ഓരോ ടേമിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ഡിവൈഡ് ബൈ r cos theta ഡിവൈഡ് ചെയ്തു. കുറേ സാധനങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. പെട്ടെന്ന് ഇക്വേഷനോട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു നിർത്തിയ സ്റ്റെപ്പ് ഇതായിരുന്നു. ഞാൻ ആ സ്റ്റെപ്പ് ഒന്നുകൂടെ അങ്ങ് എഴുതി. v² ബൈ rg ഈസ് ഈക്വൽ ടു എല്ലാ ടേമിനെ r cos theta വെച്ച് ഡിവൈഡ് ചെയ്തു. r sin theta ബൈ r cos theta പ്ലസ് f cos theta ബൈ r cos theta ഡിവൈഡ് ബൈ r cos theta ബൈ r cos theta മൈനസ് f sin theta ബൈ r cos theta. വെട്ടുണ്ടാക്കാൻ നമുക്ക് വെട്ടി നോക്കാം. r വെട്ടി. sin theta ബൈ cos theta tan theta. cos theta വെട്ടി tan theta പ്ലസ് f ബൈ r. ക്ലിയർ ആയി? ഡിവൈഡ് ബൈ r cos theta അയ്യോ മൊത്തം വെട്ടാം. ഹായ് 1 r cos theta ബൈ r cos theta 1 മൈനസ് f ബൈ r. ഇവിടെ വെട്ടാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ sin theta ബൈ cos theta tan theta. അന്നേരം f ബൈ r tan theta. അന്നേരം ഈ ഒരു ഷോർട്ട് ഫോമിലേക്ക് വന്നു, ഷോർട്ടിലേക്ക് വന്നു. v² ബൈ rg ഒരു സൈഡ് മാറ്റി tan theta പ്ലസ് f ബൈ r മൈനസ് 1 ബൈ tan theta പ്ലസ് f ബൈ r ഡിവൈഡ് ബൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് f ബൈ r tan theta. f ബൈ r എന്ന് പറഞ്ഞാൽ mu ആണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, fs മാക്സിമം ബൈ r എന്ന് പറഞ്ഞാൽ µs ആണെങ്കിൽ f ബൈ r എന്ന് പറഞ്ഞാൽ mu ആണ്. mu എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. മുമ്പേ ഞാൻ പറഞ്ഞു ബാങ്കിങ് റോഡ്സിന്റെ അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഈ f ബൈ r ന്റെ അവിടെ എല്ലാം നമുക്ക് mu എന്ന് കൊടുക്കാം. ഇക്വേഷൻ എന്താ വരും? v² ബൈ rg ഈസ് ഈക്വൽ ടു tan theta പ്ലസ് f ബൈ r ന്റെ അവിടെ mu ബൈ 1 മൈനസ് f ബൈ r ന്റെ അവിടെ mu 1 മൈനസ് mu tan theta. അതിൽ നിന്ന് v² ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ കണ്ടിങ്ങോട്ട് rg എന്നിട്ട് ബ്രാക്കറ്റ് എടുക്കുക tan theta പ്ലസ് mu ബൈ 1 മൈനസ് mu tan theta. a² ഈസ് ഈക്വൽ ടു b ആണെങ്കിൽ a ഈസ് ഈക്വൽ റൂട്ട് b. അതാണെങ്കിൽ v² ഈസ് ആണെങ്കിൽ v ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഫുൾ റൂട്ടിൽ റൂട്ട് ഓഫ് rg tan theta പ്ലസ് mu ബൈ 1 മൈനസ് mu tan theta. ഇതാണ് മെയിൻ ഇക്വേഷൻ. മാക്സിമം പെർമിസിബിൾ സ്പീഡ് തന്നെയാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. അന്നേരം വിക്ക് വരെ ഇവിടെ v max എന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. v max ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ സെയിം ഇക്വേഷൻ റൂട്ട് ഓഫ് rg tan theta പ്ലസ് mu ബൈ 1 മൈനസ് mu tan theta. ഇത് ഈസി ഡെറിവേഷൻ ആണ്, പക്ഷെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അത്രയും നല്ലതുപോലെ എഴുതി പഠിക്കണം. നല്ലപോലെ പടം വരച്ച് നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. അന്നേരം അങ്ങനെ പഠിച്ചാൽ ബാങ്കിങ് റോഡ്സ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം നല്ലപോലെ എഴുതി പഠിച്ചാൽ മാത്രം, വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഓർമ്മ നിൽക്കത്തില്ല. നല്ലപോലെ എഴുതി പഠിക്കണം, നന്നായി എഴുതി പഠിക്കണം. മനസ്സിലായോ? അന്നേരം വളരെ 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അന്നേരം ലോസ് ഓഫ് മോഷൻ കംപ്ലീറ്റ് തീർന്നു. അതിനകത്ത് 1-2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അതിനുവേണ്ടി സമയം നമുക്ക് കണ്ടെത്തി പറയാം. പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അടുത്ത യൂണിറ്റിലേക്ക് കയറണം. അടുത്ത ദിവസം ഏതൊക്കെയാണെന്ന് ഞാൻ ലാസ്റ്റ് നിമിഷം പറയാം ഏത് യൂണിറ്റാണെന്ന്. അന്നേരം എഴുതി പഠിക്കണം, നല്ലൊരു പടം വരച്ച് നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം, അടിപൊളിയായിട്ട്. ഓക്കെ, അടുത്തൊരു ഫൈനൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇതൊരു 10-12 തവണയോ ഇമ്പ്രൂവ്മെന്റും പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമേ എടുത്തുള്ളൂ. ചിലപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഈ 400 മീറ്ററിന് വരെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വട്ടം 200 മീറ്ററിന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചൊന്ന് ചെയ്ത് നോക്കണം. കാരണം
ഞാനതൊരു കുട്ടികൾ ചെയ്തതിൻ്റെ ഒരു ഉത്തരവായിരിക്കും ഞാൻ എഴുതിയേക്കാം. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ഒന്ന് ചെയ്ത് നോക്കണം. മെത്തേഡെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാൻ പോവാണ്. ഇത് 4 മാർക്ക് 3 മാർക്ക് 3, 4, 5 ആ 3 ഡിവിഷനിലും ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 400 meter is kept with outer side of the track raised to make 5 degree with the horizontal. Coefficient of friction തന്നിട്ടുണ്ട് 0.2. ചുമ്മാ തരുന്ന നല്ലത്. നെയിം സച്ച് എ ട്രാക്ക്. നെയിം സച്ച് എ ട്രാക്ക് എന്ന് ചോദിച്ചാൽ ഇപ്പം ബാങ്കിങ് ഓഫ് റോഡ്സിന് ബാങ്കിങ് ഓഫ് റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. അത് നിങ്ങൾ ഒന്നും എഴുതണ്ട, കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. നെയിം സച്ച് എ ട്രാക്ക്. ആൻസർ എന്ത് എഴുതിയാൽ മതി? ബാങ്കിങ് എന്നൊന്നും എഴുതിയാൽ മതി. എല്ലാം ബാങ്കിങ് ഓഫ് റോഡ്സോ ബാങ്കിങ് ഓഫ് റെയിൽസോ എന്തോ ആയിക്കോട്ടെ, ബാങ്കിങ് എന്നൊന്നും എഴുതുക. ആൻസർ ആണ്. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വാട്ട് ഈസ് ദി ഒപ്റ്റിമം സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടിയർ ഓഫ് ദി ടയർ. അന്നേരം നമ്മൾ ഏത് ഇക്വേഷൻ ചെയ്യണമെന്ന് അറിയാമോ? V = √RG tan θ. എല്ലാവരും തന്നിട്ടുണ്ടല്ലോ. റേഡിയസ് 6 തന്നിട്ടുണ്ട്. മെയിൻ ഷീറ്റ് നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. റേഡിയസ് തന്നിട്ടുണ്ട് 400 meter. G തന്നിട്ടുണ്ട് 9.8 meter/second². തീറ്റ തന്നിട്ടുണ്ട് 5 degree. എന്നിട്ടെല്ലാം നിങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് ഇതിനോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതാണ് V. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് വാട്സാപ്പിനകത്ത് മെസ്സേജ് ഇട്ടേക്കണം, അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് മെസ്സേജ് ഇട്ടാലും മതി കറക്റ്റ് ആയിട്ട്. അടുത്ത വാട്ട് ഈസ് ദി മാക്സിമം പെർമിസിബിൾ സ്പീഡ്. ലാസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ Vmax = കണ്ടോ RG tan θ + mu by 1 - mu tan θ. എന്നിട്ട് നമ്മൾ എന്തിനാ അറിയോ? മ്യൂ തന്നിട്ടുണ്ട്. മ്യൂ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 0.2. ബാക്കി എല്ലാം നമുക്കിവിടെ വാല്യൂസ് ഉണ്ട്. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി കൂടിയ ഉത്തരവായിരിക്കും Vmax. കാരണം മാക്സിമം പെർമിസിബിൾ സ്പീഡാണ്. അന്നേരം ഇവിടെ കിട്ടുന്ന V ഒരു ഉത്തരം കിട്ടുന്നെങ്കിൽ, ഉദാഹരണം 10 ആണ് കിട്ടുന്നെങ്കിൽ 10നേക്കാട്ടി കൂടുതലായിരിക്കും Vmax കിട്ടും. അന്നേരം അങ്ങനെ V കണ്ടുപിടിക്കണം. Vmax ഇത് 2 മാർക്ക് ഇത് ചോദിക്കാം, ഇതും 2 മാർക്ക് ചോദിച്ചാൽ ഇത് 1 മാർക്ക് കൂടെ ആണെങ്കിൽ മൊത്തത്തിൽ 5 മാർക്കോ. 5 മാർക്കിനോ 4 മാർക്കിനോ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരുപാട് വർഷം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബാങ്കിങ് റോഡ്സിന്റെ ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. അന്നേരം ചെയ്ത് പഠിക്കുക. പ്രോബ്ലം കാൽക്കുലേറ്റർ ചെയ്തിട്ട് ഉത്തരമൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെക്കുക. അന്നേരം വളരെ 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 കാര്യമായി നമ്മൾ അടുത്തൊരു വലിയ ഘട്ടം കഴിഞ്ഞു. ലോസ് ഓഫ് മോഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എല്ലാത്തിനും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് സെപ്പറേറ്റ് വോളിയൂംസ് ആയിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ചാപ്റ്ററിൽ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് 8ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. 9ാമത്തെ യൂണിറ്റ് ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ ആണ് അടുത്ത 9ാമത് പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് ഗ്രാവിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഇതൊക്കെയാണ്. പിന്നെ വർക്ക് എനർജി, പവർ, ഫ്ലൂയിഡ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പെട്ടെന്ന് തീർത്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ആയിരിക്കും പിന്നെ ചെറുപറാന്ന് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ച് എന്നോടൊപ്പം നിങ്ങൾ കയറി വരേണ്ട സമയമായി. ഒക്ടോബറിലേക്ക് 3rd വീക്കിലേക്ക് പരീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ചൊവ്വാഴ്ച ഗ്രാവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. ശനിയാഴ്ച പോലും ലൈവ് ആണെങ്കിൽ പോലും 5 മണി എന്നുള്ള ഓർത്തിരിക്കുക. 5 മണിക്ക് ലൈവ് ഉണ്ട്. അന്നത്തെ ക്ലാസ്സിന് മാറ്റമില്ല. ഈ 5 മണി എന്നുള്ള പോസ്റ്റ്പോൺ ചെയ്ത് 7 മണിക്ക് എന്നുള്ളതാക്കും. ക്ലാസ്സിന് മാറ്റമേ ഇല്ല. നിങ്ങൾ ഉറപ്പായിട്ടും വേണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം. എനർജി ഇങ്ങനെ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. പക്ഷെ ഞാൻ നിലനിർത്തും നിങ്ങൾക്ക് വേണ്ടി. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. എല്ലാവരും വീട്ടിൽ എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കേട്ടോ. എന്നിട്ട് സബ്സ്ക്രിപ്ഷൻ കൂട്ടി നിങ്ങളാണ് ചെയ്യേണ്ടത്. വേറെ ആരോടും പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ കാണാം ചൊവ്വാഴ്ച. ബൈ 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 ബൈ, സി യു. ഓക്കെ, വാ.